ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് കവിളുകൾ തുടിക്കാനും ശരീരം വണ്ണം വെക്കാനും സഹായിക്കുന്ന എന്തെങ്കിലും ഡ്രിങ്ക് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്തെന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരീരം തടിക്കാൻ മാത്രമല്ല സൗന്ദര്യം വർദ്ധിക്കാനും നമ്മുടെ കവിളുകൾ തുടുക്കാനും എല്ലാം സഹായിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാം. നല്ല റിസൾട്ടായിരിക്കും. ഏകദേശം ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങളിത് കുടിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്യാനും പറഞ്ഞതുപോലെ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു ആപ്പിൾ തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ആപ്പിൾ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ജ്യൂസ് ഞാൻ ഇട്ട സമയത്ത് ചിലർ ഗ്രീൻ ആപ്പിൾ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ ആപ്പിൾ ഇടാൻ പാടില്ല കേട്ടോ. നമ്മൾ റെഡ് ആപ്പിൾ തന്നെ വേണം. തടിക്കാൻ വേണ്ടിയിട്ട് റെഡ് ആപ്പിൾ തന്നെ വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 5 ഈത്തപ്പഴം 1/2 കപ്പ് നല്ല തിളക്കുന്ന ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ഒരു സിറപ്പ് പോലെ ആക്കിയതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്കിതിങ്ങനെ ഒഴിക്കണം എന്നില്ല. നിങ്ങളുടെ അടുത്ത് നല്ല സോഫ്റ്റ് ഈത്തപ്പഴമാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു 5 എണ്ണം ഇതിലേക്ക് ഇടാം. 5ഓ 6ഓ ഇടാം. പിന്നെ സോഫ്റ്റ് അല്ലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ അത് സോക്ക് ചെയ്ത് വെക്കണം. ഇല്ലാന്നാണ് അടിഞ്ഞു കിട്ടൂല. പിന്നെ ഇതുള്ളത് ഞാനൊരു 15ഓളം കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 10 എണ്ണോളം എടുക്കാം. പിന്നെ കറുത്ത മുന്തിരി ഇതേപോലെ തന്നെ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമാണ് അതും നമുക്ക് ആരോഗ്യഗുണം കൂടുതലുമാണ്. അതുപോലെ തന്നെ നന്നായി അടിഞ്ഞു കിട്ടാനും അതാണ് നല്ലത്. അപ്പോൾ തലേ ദിവസം ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചാൽ അത് വീർത്ത് വരും. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. പഴം നിങ്ങൾക്ക് നേന്ത്രപ്പഴം യൂസ് ചെയ്യാം, ചെറുപഴം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ കിട്ടുന്ന ഒരു സൗദി പഴമാണ്. അപ്പോൾ ഞാനിതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നാണെങ്കിൽ അത് അടിയാണ്ട് അവിടെ ഇടയിട്ട് കിടക്കും. നമുക്ക് നല്ല മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മളെ സാധനങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരം എക്സ്ട്രാ മധുരം ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട. പഴത്തിൻ്റെ മധുരം അതേപോലെ തന്നെ ഇതിലിട്ട മുന്തിരിയുടെ മധുരം, ഡേറ്റ്സിൻ്റെ മധുരം ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു ജ്യൂസ് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇത് കുടിക്കുകയും ചെയ്യാം. പിന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈത്തപ്പഴം ഒക്കെ ഇട്ട് കുടിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർ എന്തും ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസിൻ്റെ 1 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ച പാൽ ഒഴിക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം അതിൻ്റെ പാട നീക്കാണ്ട് പാടയോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിക്കൊന്നും ചെയ്യേണ്ട കേട്ടോ. ചിലർക്കുണ്ട് അങ്ങനെ ഒരു സ്വഭാവം, ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അരിക്കൊന്നും ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ദിവസവും നിങ്ങൾക്ക് രാവിലെ കുടിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾക്കിത് കുടിക്കാം. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ രാവിലെ കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിന്നറിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. പക്ഷേ ഒരു മീൽസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഇത് കുടിക്കാൻ പാടില്ല. ഇത് നല്ല ഹെൽത്തിയാണ്. നിങ്ങൾക്ക് രക്തം വെക്കും, സൗന്ദര്യം വർദ്ധിക്കും, കവിളുകൾ തൊടുക്കും, വണ്ണം വെക്കാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ള സാധനങ്ങൾ തന്നെയാണ്. കറുത്ത മുന്തിരി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കിസ്മിസ് എടുക്കരുത്. കിസ്മിസും കുഴപ്പമില്ല, പക്ഷേ കറുത്ത മുന്തിരിയിലാണ് നമുക്ക് രക്തം വെക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ ആപ്പിൾ സൗന്ദര്യം വർദ്ധിക്കാനും സഹായിക്കുന്ന വളരെ നല്ലൊരു സാധനമാണ്. ഈത്തപ്പഴം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അറിയിക്കണം. ഒരാഴ്ച കൊണ്ടെല്ലാം റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചിരിക്കും റിസൾട്ടിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നതും കുറയുന്നതെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവേതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.